CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും നോക്കാൻ പോകുന്നത് നാളെ നടക്കാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയുടെയും മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് എഫ്സിക്കെതിരായി ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പിനെ കുറിച്ചാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. നിലവിൽ ഏതായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി പ്ലേ ഓഫ് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ബ്ലാസ്റ്റേഴ്സിന് 2 മത്സരങ്ങൾ കൂടി കളിച്ചു പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിലെ ഒന്നാമത്തെ മത്സരമാണ് നോർത്ത് ഈസ്റ്റിനെതിരായുള്ള മത്സരം. ഏതായാലും ഈ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു എവേ മത്സരമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത് നോർത്ത് ഈസ്റ്റിലെ ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ വെച്ചാണ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെയും നോർത്ത് ഈസ്റ്റിന്റെയും മത്സരങ്ങളുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഇതുവരെയായിട്ടും ഇരു ടീമുകളും 19 മത്സരങ്ങളിലാണ് കൊമ്പ് കോർത്തിട്ടുള്ളത്. ഇതിൽ 4 മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയാണ് വിജയം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതേസമയം ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ 8 മത്സരങ്ങൾ നോർത്ത് ഈസ്റ്റിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ബ്ലാസ്റ്റേഴ്സ് 4 തവണയാണ് നോർത്ത് ഈസ്റ്റിനോട് പരാജയപ്പെട്ടിട്ടുള്ളത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി ആണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനോട് 8 തവണ പരാജയപ്പെട്ടിട്ടുമുണ്ട്. ഇത് കൂടാതെ സമനിലയായ മത്സരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇരു ടീമിന്റെ ഭാഗത്തും 7 മത്സരങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഏതായാലും ഈ ഒരു മത്സരങ്ങളിലെല്ലാം തന്നെ ഈ ഒരു 19 മത്സരങ്ങളിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ 22 ഗോളുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി ആണെങ്കിൽ 13 ഗോളുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ISLലെ 10ാം സീസണിലെ ആദ്യപാദ മത്സരം എടുത്തു നോക്കുകയാണെങ്കിൽ കൊച്ചിയിൽ വെച്ചായിരുന്നു ആ ഒരു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. ഏതായാലും ആ ഒരു മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയും ബ്ലാസ്റ്റേഴ്സും 1-1 എന്ന സമനിലയിലായിരുന്നു മത്സരം അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഏതായാലും നമുക്ക് നാളെ നടക്കാൻ പോകുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഗോൾ വല കാക്കാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വലക്ക് മുന്നിൽ തന്നെ ലാറ ശർമ്മയായിരിക്കും ഉണ്ടാവുക. കാരണം കരൺജിത് സിംഗിനെ പുറത്തു നിർത്താനാണ് സാധ്യതയുള്ളത്. എന്താണ് എന്ന് വെച്ചാൽ ലാറ ശർമ്മയ്ക്ക് ഇതുവരെയായിട്ടും ടീമിൽ അവസരങ്ങൾ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നാളത്തെ ഗോൾ പോസ്റ്റിലായി കണക്കാക്കിയിട്ടുള്ളത് നമ്മൾ ലാറ ശർമ്മയെ തന്നെയാണ്. ഇനി പ്രതിരോധ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രബീർ ദാസ്, പ്രീതം കോട്ടാൽ, ഹോർമിപ്പാം റുയ്വ, സന്ദീപ് സിംഗ് എന്നിവരാണ് അണിനിരക്കാൻ സാധ്യതയുള്ളത്. റൈറ്റ് ബാക്ക് ആയിക്കൊണ്ട് പ്രബീർ ദാസ് കളിക്കുമ്പോൾ ലെഫ്റ്റ് ബാക്ക് ആയിക്കൊണ്ട് സന്ദീപ് സിംഗും സെന്റർ ബാക്കുകൾ ആയിക്കൊണ്ട് പ്രീതം കോട്ടാലും ഹോർമിപ്പാം റുയ്വയും കളിക്കാനാണ് സാധ്യത കാണുന്നത്. ഇനി മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ ഡാനിഷ് ഫാറൂഖ്, ഫ്രെഡി ലാവമാബ, സൗരവ് മണ്ടേൽ, അരിത്ര ദാസ് എന്നിവരാണ് അണിനിരക്കാൻ സാധ്യതയുള്ളത്. ഡാനിഷ് ഫാറൂഖ് സെന്റർ മിഡ്ഫീൽഡർ ആയി കളിക്കുമ്പോൾ ഫ്രെഡി ലാവമാബയും സെൻട്രൽ മിഡ്ഫീൽഡർ ആയി കളിക്കാനാണ് സാധ്യത കാണുന്നത്. ഇനി റൈറ്റ് മിഡിലേക്ക് നോക്കുകയാണെങ്കിൽ സൗരവ് മണ്ടേലും ലെഫ്റ്റ് വിംഗ് മിഡിലേക്ക് നോക്കുകയാണെങ്കിൽ അരിത്രദാസും കളിക്കാനാണ് സാധ്യതയുള്ളത്. ഇനി മുന്നേറ്റ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇഷാൻ പണ്ഡിത, നിഹാൽ സുധീഷ് എന്നിവരാണ് അണിനിരക്കാൻ സാധ്യതയുള്ളത്. ഏതായാലും നാളെ നടക്കാൻ പോകുന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മൊത്തം നിരയൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം മുഴുവനായും ഇന്ത്യൻ താരങ്ങളെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. കാരണം കഴിഞ്ഞ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിലെ പ്രധാന താരങ്ങളൊന്നും അടുത്ത മത്സരത്തിൽ കളിക്കുകയില്ല എന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈനപ്പിലായിരിക്കും ചിലപ്പോൾ ബ്ലാസ്റ്റേഴ്സ് നാളെ കളിക്കളത്തിലേക്ക് ഇറങ്ങുക. ഏതായാലും ഈ ഒരു ലൈനപ്പിനെ കുറിച്ചും കൂടാതെ തന്നെ നിങ്ങൾക്ക് പോസിബിൾ ആയി തോന്നുന്ന ഒരു ലൈനപ്പും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ നാളത്തെ മത്സരത്തിലെ സ്കോറും ഒന്ന് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത് കമന്റ് ചെയ്യുവാൻ ശ്രമിക്കുക. ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതുപോലുള്ള കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.